വന നിയമ ഭേദഗതി ബില്ലിനെതിരെ മലയോര മേഖലയിൽ പ്രതിഷേധം കടുക്കുന്നു. പുതിയ വ്യവസ്ഥകൾ ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വഴിയൊരുക്കുമെന്നതാണ് പ്രധാന വിമർശനം. കരട് വിജ്ഞാപനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ആവശ്യപ്പെട്ടു. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥ ആധിപത്യമാണോ നടപ്പിലായിരിക്കുന്നത് എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ്. ഈ കാട്ടാള നിയമം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം. അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം. ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാതെയാണ് ബില്ല് കൊണ്ടുവരുന്നത് എന്ന് മാത്യു കുഴൽനാടൻ MLA കുറ്റപ്പെടുത്തി. ഈ മലയോര വനയോര മേഖലയിലെ ആളുകളെ കുടിയിറക്കാനുള്ള ഒരു അലിഖിതമായ ഒരു പദ്ധതി നടപ്പിലാക്കുവാനോ സംശയമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുള്ള ഒരു ഫോറത്തിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ MLA-മാർക്ക് ആർക്കും ഇതിൻ്റെ കോപ്പി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കൺസൾട്ടേഷനോ ആലോചനയോ ഈവൻ സബ്ജക്ട് കമ്മിറ്റി പോലും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം മാത്രമേ ബില്ല് പാസ്സാക്കൂ എന്നാണ് വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. കർഷകരുടെ ഇടയിൽ മനഃപൂർവ്വം ആശങ്കയുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചോദിച്ചതുപോലെ ഇത് കരട് വിജ്ഞാപനമാണ്. സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഭേദഗതികളോടുകൂടിയാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുക. ഫെൻസിങ് നടത്തുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, 61-ലെ നിയമമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്ത് കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ഇപ്പോൾ ഇതിൽ വനം മന്ത്രി പറയുന്നത് എന്താണ്? നിലവിലെ ഭേദഗതി പ്രകാരം അത് പോലീസിന്റെ അധികാരത്തിലേക്കൊക്കെ വനം വകുപ്പിന് കടന്നു കയറാൻ കഴിയുന്ന തരത്തിലേക്ക് വനത്തിനുള്ളിൽ പ്രവേശിച്ചാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിറക് ശേഖരിക്കുന്നതിനും വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നതിനും വളർത്തുമൃഗങ്ങളെ പുഴയിൽ കുളിപ്പിക്കുന്നതിനും അതിനെല്ലാം വലിയ പിഴ ചുമത്തുക, അങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് ഇത് ഈ ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വനം മന്ത്രി നൽകുന്ന വിശദീകരണം അത് തൃപ്തികരമാണോ? നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മന്ത്രിസഭായോഗം അംഗീകരിച്ച കരട് ബില്ല് ഇപ്പോൾ നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ നിയമ ഭേദഗതിക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ചത് 3 ഘടകങ്ങളാണ്. ഒന്നാമത്തേത്, നേരത്തെ 1961-ലെ നിയമപ്രകാരമുള്ള പിഴയും ശിക്ഷയുമാണ് ഇത് കുറ്റകരമായ കാര്യങ്ങൾക്ക് ഈടാക്കിയിരുന്നത്. അത് വളരെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 1961-ലെ കേരള വന നിയമത്തിൽ ഇപ്പോൾ ഭേദഗതി വരുത്തിയത്. 1000 രൂപയുടെ പിഴ 5000 രൂപയായും 5000 രൂപയുടെ പിഴശിക്ഷ 25000 രൂപയായും വർദ്ധിപ്പിക്കുന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത് ഈ നിയമ ഭേദഗതിക്കുള്ള കാരണമെന്ന് പറയുന്നത്, ഈ വനത്തിനുള്ളിൽ കടന്നു കയറി പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും ചപ്പുചവറുകളും നിക്ഷേപിക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ഈ സർക്കുലറും നിയമ ഭേദഗതിക്ക് കാരണമായി. ഇതോടൊപ്പം തന്നെ ഈ ബീറ്റ് പോലീസ് ഓഫീസർ ഫോറസ്റ്റ് ഓഫീസർ എന്ന വാക്കിൻ്റെ നിർവചനം ഈ 1961 നിയമത്തിൽ ഡ്രൈവർ, വാച്ചർ എന്നിവൻ്റെയൊക്കെ ഗണത്തിൽ വന്നിരുന്നു. അങ്ങനെ ആളുകൾ മറ്റു ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാതിരിക്കാനായി ഫോറസ്റ്റ് ഓഫീസറുടെ നിർവചനം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നതിൽ തുടങ്ങുന്ന ഒരു നിർവചനമാക്കി മാറ്റുന്നത് ഉദ്ദേശത്തോടു കൂടിയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഈ സഭയടക്കമുള്ള ആളുകൾ ഇതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കുന്നതിനുള്ള കാരണം വനത്തിലെ പുഴയിൽ ഈ കന്നുകാലികളെ കുളിപ്പിക്കാൻ കഴിയില്ല, മീൻ പിടിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ്. മീൻ പിടിക്കുന്നതിന് ആദിവാസികൾക്ക് യാതൊരു വിലക്കുമില്ല, മറ്റുള്ള ആളുകൾക്ക് മീൻപിടുത്തത്തിന് വിലക്കില്ല. എന്നാൽ ഈ തോട്ട പൊട്ടിച്ചോ അല്ലെങ്കിൽ ഈ പുഴയിൽ വിഷം കലക്കിയോ മറ്റുമൊക്കെ നഞ്ച് കലക്കിയൊക്കെ മീൻ പിടിക്കുന്ന കാര്യങ്ങൾക്കാണ് ഈ കരട് നിയമത്തിൽ അതിന് തടസ്സമുന്നയിച്ചുള്ളത്. അപ്പോൾ ഇതൊക്കെ വനസംരക്ഷണത്തിൻ്റെ ഭാഗമായും വന്യജീവികളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മറിച്ച് എതിർക്കത്തക്ക യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ പുതിയ നിയമ ഭേദഗതിയിൽ ഇല്ല എന്നാണ് വനം വകുപ്പും വനം മന്ത്രിയും പറയുന്നത്. അതാണ് വനം മന്ത്രിയുടെ വിശദീകരണം. പക്ഷേ വന നിയമ ഭേദഗതി ബില്ലിനെതിരെ നിലവിൽ മലയോര മേഖലയിൽ വലിയ പ്രതിഷേധമാണ്.